ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ശാലിനി. സ്ക്രീൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഫോൺ എന്നിവ പഠിക്കാനും വളരാനും ഇന്നത്തെ നൂതന രീതികൾ മനസ്സിലാക്കാനും വളരെയധികം ഉപയോഗം വരുന്നതാണ്. എങ്കിൽ പോലും അവയുടെ അമിതമായ ഉപയോഗം, അതായത് കൺട്രോൾ ഇല്ലാതെ എക്സസീവായിട്ടുള്ള ഉപയോഗം പല ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. അവയിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വഭാവത്തിൽ അല്ലെങ്കിൽ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. രണ്ടാമത്തത് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, അതായത് മാനസികമായിട്ടായാലും കുട്ടികൾ മനോധൈര്യമില്ലാത്തവർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മാനസികമായ ചിന്താരീതികൾ ആരോഗ്യകരമായ അല്ലാത്ത രീതിയിൽ മാറുന്ന തരത്തിൽ ഡിജിറ്റൽ ഉപയോഗം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇന്ന് കാണുന്ന കൂടുതലുള്ള ആത്മഹത്യാ പ്രവണതയ്ക്കും ഇതൊരു കാരണം തന്നെയാണ്. മാനസികമായി മാത്രമല്ല, ശരീരത്തെയും ഇത് എഫക്റ്റ് ചെയ്യുന്നു. എക്സസീവ് സ്ക്രീൻ ടൈം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഡിജിറ്റൽ ഉപയോഗം അവരുടെ ആക്ടിവിറ്റി, എക്സസൈസ് എന്നിവ കുറയ്ക്കുന്നത് കാരണം കുട്ടികളിൽ അമിതമായ വണ്ണം കൂടി വരുന്നു. കൂടാതെ തന്നെ ഹോർമോണൽ പ്രോബ്ലംസ്, ഹാർട്ട് പ്രോബ്ലംസ് എന്നിവയും വളരെയധികമായിട്ട് കാണാറുണ്ട്. എക്സസീവ് സ്ക്രീൻ ടൈം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണെങ്കിലും നമുക്കിത് പലപ്പോഴും കൺട്രോൾ ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ സാധിക്കാറില്ല. അപ്പോൾ അതിലേക്കായുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എപ്പോഴും ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. ട്രൈ നോട്ട് ടു ഇൻട്രൊഡ്യൂസ് സ്ക്രീൻ ഇഫ് നോട്ട് നീഡഡ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ശീലം കാണുന്നത് അത് പാരൻസിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെയോ കുറ്റം പറയുകയോ അല്ല. പക്ഷേ ഇന്നത്തെ ഒരു ശീലം നമുക്ക് തന്നെ മനസ്സിലാക്കാം. പണ്ട് പക്ഷികളെയും പൂച്ചകളെയും പൂക്കളെയും എല്ലാം കാണിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചിരുന്നവർ ഇന്ന് സ്ക്രീൻ വെച്ച് കൊടുത്ത്, ഫോൺ വെച്ച് കൊടുത്തിട്ടാണ് ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങുന്നത്. ചെറുപ്പം തൊട്ട് തന്നെ ആ ഒരു ശീലം പലവരിലും കാണാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ, അതായത് കുട്ടി കഴിക്കുന്ന ക്വാണ്ടിറ്റിയെ പോലെ തന്നെ അത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി ഫുഡ് പോലെ തന്നെ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സ്റ്റെപ്പിൽ തന്നെ കീപ്പ് എ സ്റ്റോപ്പ് ഓർ കീപ്പ് എ കൺട്രോൾ, അതായത് സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ശീലം ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു കാലത്തും അത് നല്ലതല്ല. ചെറുപ്പത്തിലാണ് ഇത് തുടങ്ങുന്ന പ്രവണത നമ്മൾ കൂടുതൽ പേർക്കും കാണുന്നത്. കാരണം അമ്മയ്ക്കോ ഗ്രാൻഡ് പാരൻസിനോ മറ്റു വർക്കുകൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവരത് ഫോൺ വെച്ച് ഭക്ഷണം കൊടുത്ത് തിരിഞ്ഞു വേഗം കാര്യങ്ങൾ നടത്തുകയാണ്. അത് ഇന്നത്തെ വേൾഡിൻ്റെ സ്പീഡ് കൂടുതലാണ്. അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്തണം. എങ്കിലും കുട്ടി അളവ് കുറച്ച് കഴിച്ചാലും സാരില്ല. ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് കുട്ടിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തോ കഴിപ്പിക്കാൻ തന്നെ ശീലിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലുമില്ല. ഓക്കെ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം ആവശ്യമില്ല. റെയറായി വീഡിയോ ചാറ്റ് ചെയ്യുവാനോ മറ്റോ കൂടെ ഇല്ലാത്തവർ കാണുവാനോ മാത്രമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുസ്തകങ്ങളിലേക്കോ തിരിക്കുവാൻ കുട്ടികളെ ശ്രദ്ധിക്കുക. രണ്ടാമത് പ്രോബ്ലം വരുന്നത് നമ്മൾ പബ്ലിക് പ്ലേസിലുള്ളപ്പോൾ കുട്ടികളെ കൺട്രോൾ ചെയ്യാനായി, അതായത് അവരുടെ ടാൻട്രമോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ സമയമോ കാര്യങ്ങളോ കിട്ടാൻ വേണ്ടി ഫോൺ കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല കല്യാണ പാർട്ടിയിലും പോയാൽ അവിടെയും ഇവിടെയും കുട്ടികൾ ഫോണും പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സോഷ്യൽ ഈവൻസിലോ കാര്യങ്ങളിലോ പങ്കെടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മാത്രമല്ല കുട്ടികളെയും ഇൻവോൾവ് ചെയ്തുകൊണ്ട് സോഷ്യലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ കുട്ടികളും ഒരേപോലെ സോഷ്യലൈസ് ചെയ്യാനോ മറ്റുള്ളവരെ സോഷ്യൽ ഈവൻസിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ബട്ട് കീപ്പ് ഓൺ ട്രൈയിങ് അല്ലെങ്കിൽ കീപ്പ് ഓൺ ഡൂയിങ്. അതിന് ആ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമില്ല എങ്കിൽ അതിന് ഫോൺ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ടാൻഡ്രത്തിന് അത് കഴിക്കുമ്പോഴായാലും സോഷ്യൽ ഇവൻസിലായാലും കുട്ടികൾ വാശി പിടിക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബോഡി അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ കണ്ടീഷൻ ആവുന്നത്, ഞാൻ ഇങ്ങനെ വാശി പിടിച്ചാൽ എനിക്ക് ഇത് ലഭിക്കും. അത് ഫോണിൽ നിന്ന് തുടങ്ങി, എന്നാൽ വഴിയെ ജീവിതത്തിൽ അതൊരു ശീലമായി മാറും. അതാണ് ഞാൻ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഇന്ന് ഡിമാൻഡ് ചെയ്യുന്നത് സ്ക്രീനോ ഫോണോ ആണെങ്കിൽ മറ്റൊരു ദിവസം അല്ലെങ്കിൽ വളരും തോറും അവരുടെ ഡിമാൻഡുകൾ ആവശ്യപ്പെടും. അത് ഞാൻ വാശി പിടിച്ചാൽ എനിക്ക് കിട്ടുമെന്ന കണ്ടീഷനിങ് ബോഡിയിലേക്ക് വരികയോ ബ്രെയിനിലേക്ക് അത് ഉറപ്പുക വരികയോ ചെയ്യുമ്പോൾ അവർ അടുത്തത് എന്ത് കാര്യമായാലും, സ്ക്രീൻ അല്ലാതെ മറ്റു കാര്യങ്ങളായാലും അങ്ങനെ എന്ന് ഉള്ള മൈൻഡ് സെറ്റിലാണ് വളരുക. അപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ അവർക്ക് വരുന്ന ഇമോഷണൽ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ മാനസികമായ ബ്രേക്ക് ഡൗണോ മൂലമാണ് ഇന്ന് വളരെയധികം കുട്ടികൾ മോശമായ രീതിയിലേക്ക് ബിഹേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്രമാസക്തരാവുകയോ അതല്ലെങ്കിൽ ഡിപ്രസ്ഡായി ആത്മഹത്യ പ്രവണതയോ കാണിക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്ക്രീൻ ഇല്ലാതെ വളർത്താൻ ശ്രമിക്കരുത്. സ്ക്രീൻ വേണം, എന്നാൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കൺട്രോളോടുകൂടി. നമ്മുടെ കുട്ടികൾ മാത്രം സ്ക്രീനേ ഇല്ലാതെ വളരാൻ അതൊരിക്കലും ഇന്നത്തെ അവസ്ഥയിൽ സാധിക്കുകയില്ല. പിന്നെ അവർക്ക് പഠിക്കാനായാലും അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ്, IT അവയർനെസ്സോ വെബ് അവയർനെസ്സോ നെറ്റ്വർക്ക് അവയർനെസ്സോ ഒന്നുമില്ലാതെ അവർ വളരുന്നത് അവരെ മാനസികമായോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായോ അവരെ പിന്നോട്ടേക്ക് തള്ളും. അപ്പോൾ കൺട്രോൾഡായും നമ്മൾ കൂടെ ഇരുന്നു കൊണ്ടും എഡ്യൂക്കേറ്റീവ് പർപ്പസിനായോ അവർക്ക് പർപ്പസ്ഫുള്ളായ ഉപയോഗങ്ങൾക്കായി സ്ക്രീനിൻ്റെ ഉപയോഗം വിത്ത് എ കൺട്രോൾ മാനർ അവൈലബിൾ ആക്കുക. സോ ദാറ്റ്
അവരതിനെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും ആ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അവർക്ക് നൽകുന്ന ബ്രെയിനിൽ നൽകുന്ന സ്റ്റിമുലേഷൻ, അതായത് സന്തോഷം, നമ്മൾ ഡ്രഗ്സ് പോലെ തന്നെ താൽക്കാലികമായാണ് ആ സന്തോഷമെങ്കിലും അതിനുള്ള അഡിക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിന് പകരം പർപ്പസ്ഫുള്ളായി നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ആ ആവശ്യം നിറവേറി കഴിയുമ്പോൾ അതിൻ്റെ ഉപയോഗം നിൽക്കുകയും ചെയ്യും. സോ അതിനുള്ള എൻകറേജ്മെൻറ്റാണ് ചെറുപ്പം തൊട്ട് നൽകേണ്ടത്. ഫോണിൻ്റെ ഉപയോഗമോ നെറ്റ്വർക്കിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ ഈവൻ ടി വി ആയാലും സ്ക്രീൻ ആയാലും ന്യൂസ് കാണാൻ അങ്ങനെ പല കാര്യങ്ങൾക്കായി ഉപയോഗപ്രദമായ രീതിയിൽ കൊടുക്കുക വിത്തിൻ ദ ലിമിറ്റഡ് സ്ക്രീൻ ടൈം. ഓരോ പ്രായത്തിനും നിർദ്ദേശിച്ചിട്ടുള്ള സ്ക്രീൻ ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ മാത്രം ഫോർ എഡ്യൂക്കേറ്റീവ് പർപ്പസസ് ഓർ ഫോർ റിയലി യൂസ്ഫുൾ മെറ്റീരിയൽ കാണുവാൻ വിത്ത് ദ പാരൻസ് ഓർ വിത്ത് സൂപ്പർവിഷൻ അനുവദിച്ചുകൊണ്ട് ചെയ്യുക. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, കുട്ടികൾ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരാളെ ഫോളോ ചെയ്യുന്നവരാണ്. അവർ ആ ഫോളോ ചെയ്ത് ഒരു ലെവൽ എത്തുമ്പോഴാണ് അവരുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത്. സോ ബി എ റോൾ മോഡൽ ഫോർ ദ കിഡ്സ്. നമ്മൾ ആക്ച്വലി നമ്മളുടെ ഉപയോഗങ്ങളും പർപ്പസിന് വേണ്ടി മാത്രമാകുമ്പോൾ അവരും അത് തന്നെയാണ് കണ്ടു പഠിക്കുക. അതേപോലെ തന്നെ ഗിവ് എ ലോട്ട് ഓഫ് ഫാമിലി ടൈം. ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികളുടെ സാമീപ്യത്തിലുള്ളപ്പോൾ, വീട്ടിലോ ട്രിപ്പിലോ വേറെ എവിടെ പോകുമ്പോൾ, ആസ് ഐ ടോൾഡ് സോഷ്യൽ ഇവൻറ്റ്സിനായാലും എങ്ങോട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഫാമിലി ആയോ ഗ്രൂപ്പായോ പോകുമ്പോൾ ഒരിക്കലും ഫോൺ ഉപയോഗം എൻ്റർടൈൻമെൻറ്റിനാവരുത്. ഓൺലി ഇറ്റ് ഫോർ പർപ്പസ്. അതായത് ആരെങ്കിലും വിളിക്കുകയോ ആരുടെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയോ ചെയ്യാൻ വേണ്ടി മാത്രം ഫോൺ ഉപയോഗിക്കുക. ഇങ്ങനെ നമ്മൾ റോൾ മോഡലാകുമ്പോൾ കുട്ടികളും ആ രീതിയിൽ തന്നെയാണ് വളർന്നു വരിക. ഇനി സർട്ടൺ ടെക്നോളജിക്കൽ ടൂൾസ് ടു ഹൗ ടു കൺട്രോൾ സ്ക്രീൻ ടൈം ഇൻ കിഡ്സ്. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ പറയാമെങ്കിലും നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഓൾറെഡി കൊടുത്തിരുന്നു അല്ലെങ്കിൽ കൊടുക്കുന്ന കുട്ടികൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള സർട്ടൺ ടെക്നോളജിക്കൽ, അതായത് വി ഹാവ് ഓപ്ഷൻസ്. അതായത് നമുക്ക് ഫോണിലും കൺട്രോളുണ്ട്, നെറ്റ്വർക്ക് വഴിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കുള്ള ഫ്യൂ പോയിൻറ്റ്സാണ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. അതായത് ഓൾറെഡി കൊടുത്തു തുടങ്ങിയ കുട്ടികൾക്ക് നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺട്രോളിലേക്ക് കൊണ്ടുവരാനുള്ള ഫ്യൂ പോയിൻറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.